ഹായ് അങ്കിൾ. വരണം വരണം മരുമോനെ. ട്രൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ മുടിയുടെ സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ കാശ് മുഴുവൻ ഇതിലല്ലേ വന്ന് വീഴുന്നത്. മോനെ, യു ആർ 99% സെലക്ട് ആയി. കൺഗ്രാറ്റുലേഷൻ. താങ്ക്സ് അങ്കിൾ. വാട്ട് ഡിഡ് ദി എക്സ്ട്രാ ഹെൽമെറ്റ്? അതെ അങ്കിൾ, ഈ ഋത്തിക് റോഷനുള്ളതുപോലെ എനിക്ക് 6 വിരലുകളുണ്ട്. യു ആർ റിജക്റ്റഡ്. ദൈവമേ, എക്സ്ട്രാ ഫിംഗർ ഉണ്ട്. വാട്ട്? എന്റെ മോൾക്ക് പരിപൂർണമായ സമ്പൂർണമായ ആരോഗ്യത്തോടു കൂടിയ എല്ലാ അംഗങ്ങളും കൃത്യമായിട്ടുള്ള എക്സ്ട്രാ അംഗങ്ങൾ ഇല്ലാത്തതുമായ ഒരുത്തന് മാത്രമേ ഈ ഡോക്ടർ ഫാമിലി ഇവളെ കെട്ടിച്ചു കൊടുക്കൂ. എടാ, ഈ വെള്ളടി എന്തിനാടാ എന്നെ ശീലിപ്പിച്ചേ? അച്ഛന് വെള്ളമടിക്കുന്ന ശീലം ഇല്ലെങ്കിലേ എന്നെ അടിച്ചു കൊല്ലും. ഇപ്പൊ ഞാൻ അച്ഛനെ കുടിപ്പിക്കുകയാണെങ്കിലേ ഞാൻ മദ്യം കൊണ്ടുവന്നാ അച്ഛൻ സോഡ കൊണ്ടുവരും. സത്യം തന്നെയാടാ. അതുമാത്രമല്ലടാ, പുറത്ത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവില് പോലീസ് പിടിക്കുന്നു. അതെ, വീടാണ് സേഫ്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇന്ന് ദേശീയ പതാക ഉയർത്തി. സാറേ, നമുക്കും കൊടി ഉയർത്തിയാലോ? എന്താ നിന്റെ പേര്? പങ്കജ സാറേ. പങ്കജല്ല, പങ്കജം. കഴിഞ്ഞ ജന്മത്തില് നിന്റെ അമ്മേന്റെ വേപ്പാട്ടിയായിരുന്നു. നമുക്ക് കൊടി ഉയർത്താം. എടാ, കുടിച്ചിട്ട് നാട്ടിന്റെ കൊടി ഉയർത്താനോടാ? എന്റെ നേരെ ആരെങ്കിലും കൈ ചൂണ്ടി സംസാരിച്ച അതെനിക്കിഷ്ടമല്ല. സൗണ്ട് പൊല്യൂഷൻ. ബോഡി എടുത്ത് മാറ്റുക. നീ കുടിച്ചത് ഹെറിറ്റേജ് പാലൊന്നുമല്ല, അത് സരക്കാണ്. നിനക്ക് പാർട്ടിയിലെ സീറ്റില്ല. പാർട്ടി ഓഫീസിൽ വന്നാൽ നിനക്ക് ചായ പോലും തരത്തില്ല. ഒന്നും കിട്ടാൻ പോകുന്നില്ല നിനക്ക്. എടാ നായിന്റെ മോനെ, നീ പങ്കജല്ലടാ. പങ്കജ്, നീ എന്റെ കീപ്പല്ല, നീ എന്റെ ശത്രുവാടാ. നിന്റെ മണ്ടത്തരം കൊണ്ട് എന്റെ 3 തലമുറയുടെ ആഗ്രഹം നശിച്ചത്. നിന്നെ വെറുതെ വിടില്ല. അച്ഛാ, എനിക്ക് സീറ്റ് തരാത്ത പാർട്ടിയൊന്നും ഞാൻ വെച്ചോണ്ടിരിക്കില്ല. എന്റെ പ്രാക്ക് നിന്നെ വെറുതെ വിടൂടാ. ഗഗൻ ബിഹാരി മദ്യലഹരിയിൽ പതാക ഉയർത്തിയ സംഭവം നാട് മുഴുവനും ചർച്ചയിലാണ്. എല്ലാ ഇന്ത്യക്കാരും അവനെ ഇന്ത്യ വിട്ടു പോകുവാനാണ് പറയുന്നത്. ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ കൃത്രിമ രൂപം കത്തിക്കുകയാണ്. കത്തിച്ച് ദേശീയ കൊടി ഉയർത്തിയത് കാരണം ഗഗൻ വികാരിയെ ഈ നഗരം വിട്ട് പുറത്താക്കുന്നതായി DGP തീരുമാനിച്ചിരിക്കുന്നു. 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ 5 വർഷക്കാലത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് DGP അറിയിച്ചു. എന്നെ ഈ നഗരത്തിൽ നിന്ന് പുറത്താക്കിയെന്നോ? നിന്നെ ഈ നഗരത്തിൽ നിന്ന് മാത്രമല്ല, നാട്ടിൽ നിന്ന് വരും പുറത്താക്കണം. പന്നി. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. കരഞ്ഞിടുമീ കണ്ണിൽ പുനരിനി വന്നിടുമോ? ഏഴകളി മണ്ണിൽ പാദം വച്ചിടുമോ? ഒന്ന് പോടാക്ക. ഇപ്പൊ ഞാനൊരു ഫ്രീ ബേർഡാണ്. പുരാണകാലത്ത് രാമൻ ദശരഥനെ ഭവനത്തിലാക്കി വനവാസത്തിന് പോയില്ലേ? പക്ഷെ ഞാൻ എന്റെ അച്ഛനെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. ഹാപ്പി. ഹാപ്പി ഹാപ്പി ലവേഴ്സ് ഡേ. ലവേഴ്സ് ഡേയാ? ഇന്ന് ലവേഴ്സ് ഡേ അല്ലല്ലോ. ലവർ ഉള്ള എല്ലാവർക്കും ഡെയിലി ലവേഴ്സ് ഡേ ആണെന്ന് ചെക്ക് വരെ പറഞ്ഞിട്ടുണ്ട്. അത് ശരി, നിന്റെ ലവർ ആരാ? ഹാപ്പി. ഞാനോ? നിന്റെ പേരിലുള്ള ഹാപ്പി നിന്റെ ലൈഫ് ലോങ് ഉണ്ടാവും. ഫ്ലൈയിങ് ഹഗ് തരാം, വാങ്ങിച്ചോ?
അറ്റ് പ്രസന്റ് നീ 36, 26, 36. ഇൻ ഫ്യൂച്ചർ 42, 32, 42. നീ എങ്ങനെ മാറിയാലും നിന്റെ മേലുള്ള ലവ് ഒരു ഇഞ്ച് പോലും കുറയില്ല. ഹേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഞാൻ വിശ്വസിക്കില്ല. എന്ത് ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് നീ വിശ്വസിക്കില്ലെന്നോ? ബേബ്സ്, നമ്മൾ ജനിച്ച ഉടനെ ആദ്യമായിട്ട് കാണുന്ന ആരെയാണ്? അമ്മയെ. കണ്ടോണ്ട് എന്താണ് തോന്നുന്നത്? അമ്മയുടെ മേലെ സ്നേഹം. സോ ആ ലവ് ലൈഫ് ലോങ് ഉണ്ടാവും. സോ ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ നീ വിശ്വസിച്ചേ മതിയാവും. സോറി, എനിക്ക് ഈ ലവിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഹലോ ഹാപ്പി. സ്നേഹം പങ്കുവെക്കാത്തവര് മനുഷ്യരല്ലെന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയോ? മദർ തെരേസ. നീ ശരിക്കും അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ? ചേച്ചി വേണ്ട ചേച്ചി. യെസ്, ഐ എം 1 hour മദർ തെരേസ. എന്റെ ഈശ്വര. നിന്നെ 1 hour ഞാൻ ലവ് ചെയ്യാം. ആ 1 hour ലവിനെ നീ ഹാർട്ടില് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തോ. നിന്റെ ഹാർട്ടില് എന്റെ പേരിന് പതിപ്പിച്ചു വെച്ചോ. ആഹാ. ഫ്യൂച്ചറിൽ നിനക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് നിന്റെ വൈഫിനോട് ഫസ്റ്റ് നൈറ്റില് എന്നെ ഹാപ്പി എന്നൊരു മിസ് യൂണിവേഴ്സ് ദിവസവും 1 hour ലവ് ചെയ്തെന്ന് പറഞ്ഞേക്ക്. പിന്നെ നിനക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഹാപ്പി എന്ന് എന്റെ പേര് വെച്ചോളൂ. എന്തേ, ഹാപ്പി അല്ലേ? മനസ്സിലായോ? മാഡം മനസ്സലിഞ്ഞ് എന്നെ 1 hour സ്നേഹിക്കൂ അത്ര. യെസ്, 1 hour. ആ 1 hour ലവ് ലൈഫ് ലോങ് ഉണ്ടായാ കൊള്ളാം. എക്സാക്ട്ലി. പക്ഷെ ഒരു കാര്യം, ആ 1 hour പ്രോഗ്രാമിൽ ഒരു ചെറിയ ചേഞ്ച്. 1 hour റൂം ഞാൻ ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്തിട്ട് AC 18 വെക്കും. ആ വെച്ചിട്ട് ലൈറ്റിംഗ് ഒക്കെ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് എന്താടി ചാടി വീഴുന്നേ? എന്താടി 1 hour പ്രേമിക്കാന്ന് പറയുന്നേ? ഈ തമാശയൊക്കെ വേറെ ആരടുത്തെങ്കിലും വെച്ചോ. അവന്റെ ദേഷ്യം നീ കണ്ടിട്ടില്ല. പ്രിപ്പയർ ആയിരിക്കും, മനസ്സിലായോ? ഉമ്മാ. നിന്റെ കഥ കഴിഞ്ഞടാ. നിങ്ങളെ കുറിച്ച് ഞാൻ എന്റെ ഹേമയോട് പറയാൻ പോവാ. ഹേമയാ? ഹ്, ആരാടി അത്? ഹേമ, റൗഡി ചുറ്റുന്ന ഹേമ. ഇപ്പൊ പറയുമ്പോളൂ, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് സർപ്രൈസ് വളരെ ഇഷ്ടം ഡോക്ടർ. എന്റെ ബോയ് ഫ്രണ്ട് ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ് നൽകി. ഇപ്പോഴിത് വീട്ടിൽ അറിഞ്ഞു ഡോക്ടർ. ഡോക്ടർ, നിങ്ങളെ കൊണ്ട് ഇത് കുറയ്ക്കാൻ പറ്റുമോ? ഇവിടെ ഹേമ എന്തു വേണമെങ്കിലും ചെയ്യും. മെനിഞ്ഞാന്നുണ്ടല്ലോ ട്രംപിന്റെ ഫേവർ സ്കൈപ്പിൽ ഞാൻ കുറിച്ചു. ലൈവ് ചാനൽ ന്യൂസിൽ ഒരു സ്ത്രീയുടെ കൊളസ്ട്രോൾ ഇല്ലാതാക്കി. ശരി, അതകളാ. ഇപ്പൊ പറ, എത്ര മാസായി? 7ാമത്തെ മാസാ ഡോക്ടർ. കറക്റ്റായി നോക്കി പറ. സർപ്രൈസ് 5ാമത്തെ മാസത്തിലേക്ക് വന്നിരിക്കുന്നു ഡോക്ടർ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കി പറ. സർപ്രൈസ് 3ാമത്തെ മാസമായിരിക്കുന്നു ഡോക്ടർ. ഇപ്പൊ നോക്കിക്കോ, ഇനിയും കുറയും. സർപ്രൈസ് സൈസ് 0. ദാറ്റ് ഈസ് ഹേമ. എന്ത് വേണമെങ്കിലും എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കും. കട്ട് ഇറ്റ് ഷോർട്ട്. ഓക്കെ, എങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ ആഡ്? സൂപ്പർ ആയിട്ടുണ്ട് അച്ഛാ. സൂപ്പർ. അച്ഛൻ നന്നായിട്ട് അഭിനയിച്ചു. ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇവളെന്റെ മോളൊന്നും അല്ല. ഇങ്ങോട്ട് നോക്ക്. നീ സ്നേഹത്തോടെ എന്നെ അച്ഛന്ന് വിളിക്കുന്നു. ലോകം മുഴുവൻ ഞാനാ നിന്റെ അച്ഛന്ന് വിചാരിച്ചിരിക്കുക. ഇനി അങ്ങനെ വിളിക്കണ്ട. ശരി അച്ഛാ. ആ ശരി, പോട്ടെ. നമ്മുടെ ആട് രാഹുൽ ദ്രാവിഡിന്റെ റൺഔട്ട് പോലെ എല്ലായിടത്തും വരണം. ദൈവത്തെ കാണാൻ ക്ഷേത്രത്തിലേക്ക് വരുന്ന പോലെ നമുക്കും വേണം ആൾക്കൂട്ടം. ഓക്കെ അച്ഛാ. ഹാപ്പിയാ വിളിക്കുന്നത്.